കഥ തുടങ്ങുന്നത് രണ്ട് സ്ത്രീകൾ ഒരു ഗർഭിണിയെ പരിചരിക്കുന്നതും അവരുടെ പ്രസവം എടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. ആ ജനിച്ച കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ പ്രസവം എടുത്ത സ്ത്രീകളിൽ ഒരാളായ തന്ത്രി ഭയങ്കര ഡിസ്റ്റർബ്ഡായി അവിടെ നിന്ന് മാറുന്നു. തന്ത്രിയുടെ കൂടെ പ്രസവം എടുക്കാനായി ഉണ്ടായിരുന്നത് ഇട എന്ന മറ്റൊരു ലേഡിയാണ്. ഇട തന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന്, എന്ത് പറ്റി, നീ ഇപ്പൊ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണല്ലോ ഉള്ളത്, എന്താ കാര്യം, എന്താ പ്രശ്നമെങ്കിൽ എന്നോട് പറ, എനിക്ക് പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് തന്ത്രിക്ക് പറയാനേ കഴിയുന്നില്ല. അവൾ പക്ഷെ ഇടയുടെ മടിയിലേക്ക് ചാരി കിടന്നുകൊണ്ട് എന്നെ പറ്റി വളരെയധികം കെയർ ചെയ്യുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് മറ്റൊരു ഗർഭിണിയെ പ്രസവം എടുക്കാനായി ആ ഒരു ലേബർ റൂമിന്റെ അവിടേക്ക് കൊണ്ടുവരുന്ന സമയം ഇട അവിടെ കാണുന്നത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന തന്ത്രിയാണ്. ആ കാഴ്ച കണ്ട് ഇട ആകെ പട ഷോക്കാവുന്ന അവർ പൊട്ടിക്കരയുന്നു. ഇടയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രഗ്നന്റ് ലേഡിയും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. കാരണം അത്ര കൊടൂരമായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. എന്താണ് തന്ത്രിയുടെ പ്രശ്നം എന്ന് അറിയില്ല, അവൾ എന്തിനത് ചെയ്തു എന്നും അറിയില്ല. അങ്ങനെ പിന്നീട് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് വരികയാണ് നമ്മുടെ കഥാനായികയായ ആരമും അവളുടെ ഫ്രണ്ടായ PKയും. അവർ യാത്ര ചെയ്ത് വരുന്നത് മറ്റെവിടെയല്ല, നമ്മൾ തുടക്കത്തില് ഒരു നേഴ്സ് തൂങ്ങി മരിച്ച ഹോസ്പിറ്റൽ കണ്ടിരുന്നില്ലേ, അവിടേക്കാണ്. ആ ഒരു സംഭവത്തിന് ശേഷം കുറെ നാൾ ആ ഹോസ്പിറ്റൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനായിട്ട് അറ്റകുറ്റപ്പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അവിടേക്ക് നേഴ്സുമാരായി ഇവർ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അവിടെ എത്തിയ ഇവർ അവിടുത്തെ ഒരു ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ ഇന്റേൺഷിപ്പിന് വന്നതാണെന്ന് മനസ്സിലാക്കുന്ന ആ ഡോക്ടർക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. കാരണം ഡോക്ടർ ഇവരുടെ നഴ്സിംഗ് സ്കൂളിലേക്ക് വിളിച്ച 2 മെയിൽ നേഴ്സുമാരെയായിരുന്നു ഇന്റേൺഷിപ്പിന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇവർ 2 പെൺകുട്ടികൾ വന്നത് ആ ഡോക്ടർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഇത്രയും യാത്ര ചെയ്ത് വന്ന സ്ഥിതിക്ക് തൽക്കാലം ഇവിടെ നിൽക്കാനും ഇവരിവിടെ പെർമനന്റ് ആക്കണോ വേണ്ടോ എന്ന കാര്യങ്ങളെ പറ്റി നോക്കാമെന്നും അവരോട് പറയുന്നു. ഇവർക്കാണെങ്കിൽ ഇത്രയും ദൂരം വന്നത് വെറുതെ ആകുമോ എന്നൊരു ഡൗട്ട് ആവുന്നുണ്ട്. എന്തായാലും ഈ സമയം അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനേ വരുന്നത് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നില്ലേ, ഇട എന്നൊരു നേഴ്സിനെ പുള്ളിക്കാരിയാണ്. അങ്ങനെ ഇട അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള റൂമിന്റെ അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് മാറി നിന്ന് സംസാരിക്കുന്ന ആരമിനെ നമ്മൾ കാണുമ്പോൾ ആരമിനും അവളുടെ ബോയ് ഫ്രണ്ടിനും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാണ്. അവൾ പ്രഗ്നന്റ് ആണ്. ആ ഒരു കുഞ്ഞിനെ കളയാനായി അവൾ ചില ടാബ്ലറ്റ്സ് കഴിക്കാനായിട്ടുള്ള തീരുമാനത്തിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂടെയുള്ള പിക്കിക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ പിക്ക് അറിയാതെ അന്ന് രാത്രി ടാബ്ലറ്റ് കഴിക്കുന്ന ആരമിന് വല്ലാതെ വയറുവേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ ഇത് പിക്ക് കാണാതെയും മറ്റുള്ളവർ കാണാതെയും ഇരിക്കാനായി മാറി മാറി നടക്കാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് അവൾക്ക് പല പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു റൂം ക്രോസ് ചെയ്ത് നടന്നു പോകുമ്പോൾ അവിടെ ആരോ ഉള്ളത് കണക്ക് തോന്നുന്നവൾ തിരിച്ചു നോക്കുമ്പോഴേക്കും അവിടെ ആരും കാണുന്നില്ല. പക്ഷെ അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നി അകത്തേക്ക് പരിശോധിക്കാനായി ചെല്ലുമ്പോഴേക്കും അവിടെ വളരെ വൃത്തികേടായി കിടക്കുന്ന ഒരു ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട തന്ത്രി മരിച്ചത്. ആ ഒരു ഇടം ഇപ്പൊ വല്ലാതെ വൃത്തികേടായി കിടക്കുന്നു. ടാപ്പിൽ നിന്നൊക്കെ രക്തത്തിന് സമാനമായ നിറത്തിലുള്ള അഴുക്ക് വെള്ളമൊക്കെയാണ് വരുന്നത്. അവൾ അവിടുത്തെ ടോയ്ലറ്റ് ഒട്ടും വയ്യ. ഇനിയിപ്പോ വേറെ എവിടെയും ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കാതെ അവിടെ പോകാന്ന് വിചാരിച്ച് അത് യൂസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു ടാപ്പ് തന്നെ ഓണാവുന്നു. ആ ടാപ്പ് അവൾ അടയ്ക്കുമ്പോൾ അവിടെ വേറൊരു ടാപ്പ് തന്നെ ഓണാവുന്നു. ഇതെന്താ, ഇനി ഇത് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കല്ല, അറ്റകുറ്റപ്പണി നടക്കല്ലേ എന്നൊക്കെ കരുതി അവൾ അത് വലിയ കാര്യമാക്കാതിരിക്കുമ്പോൾ ആരും അവളുള്ള അതേ റൂമിന്റെ കർട്ടനുള്ള ഒരു ഭാഗത്തൂടെ നടന്നു പോകുന്ന കണക്ക് ഒരു തോന്നൽ. ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ ഞാൻ ആരും കണ്ടിരുന്നല്ലോ, പിന്നെ എന്തിപ്പോ ആരും കാണാത്തെന്ന് ചിന്തിച്ച് പുറത്തേക്ക് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവളുടെ പുറകിൽ ഒരു പ്രേതത്തിന്റെ കൈ നമുക്ക് കാണാം. പക്ഷെ എന്തെങ്കിലും സംഭവിക്കുമെന്നെ അവിടേക്ക് ഇട വരുന്നു. എന്താരം എന്തെവിടെ, എന്തിനാ ഈ ഒരു ടോയ്ലറ്റിലേക്ക് വന്നതെന്ന് അങ്ങോട്ടേക്ക് വന്നതിനെ പറ്റി അവളെ വഴക്ക് പറയുന്നു. ഇത് വളരെ പഴയ ടോയ്ലറ്റാ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, വാ വേറെ ടോയ്ലറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഇട ഭയങ്കര ഒരു വല്ലാത്ത രീതിയിൽ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് ഇവരുടെ ഇവിടുത്തെ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായി ഇവർ അവിടെയുള്ള മറ്റൊരു ഡോക്ടറെ കാണാനായി പോകുന്നു. ആക്ച്വലി ഇവിടെ 3 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഡോക്ടറാണ് പയ്യന്മാരെ ആയിരുന്നു ഇന്റേൺഷിപ്പിന് ഉദ്ദേശിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വേറൊരു ഡോക്ടറെ കണ്ട് സംസാരിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കുന്ന രീതിക്കാണ് ഇവർ പോകുന്നത്. ഈ ഡോക്ടറിന്റെ പേര് തോമസ് എന്നാണ്. ഇവരുടെ കോളേജിൽ അന്വേഷിച്ചപ്പോൾ ഇവരെ പറ്റി നല്ല അഭിപ്രായമാണ് കിട്ടിയതെന്നും അതുകൊണ്ട് നന്നായി ഇവർ ഇവിടെ വർക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ അവരിവിടെ ഇന്റേൺഷിപ്പിന് നിർത്താൻ തയ്യാറാണെന്നും ഡോക്ടർ തോമസ് അറിയിക്കുമ്പോൾ അവർ ഹാപ്പി ആവുന്നു. എന്തായാലും ഇവരവിടെ ഡോക്ടറോട് സംസാരിച്ചിരിക്കുന്ന സമയം അവിടേക്ക് ഒരു ലേഡി എത്തുന്നുണ്ട്. ആ ലേഡി വന്ന പാടെ ശരി ഇവിടെ ഇരിക്കും, ഞാൻ പോരാന്ന് പറഞ്ഞ ആ ലേഡി ഒന്ന് കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് ഡോക്ടർ പോകുന്ന ടീം ഇവരുടെ മുന്നിൽ തന്നെയാണ് ആ ലേഡി ഇരിക്കുന്നതെങ്കിലും അവർ ഇവരെ മൈൻഡ് ആക്കുന്ന പോലില്ല, ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെ പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തായതാണെന്നൊരു ചെറിയ കുശലാന്വേഷണമെങ്കിലും നടക്കില്ലേ, അതൊന്നുമില്ല. ഡോക്ടർ തിരിച്ചെത്തി കഴിയുമ്പോൾ ഡോക്ടറോട് ബൈ പറഞ്ഞ് അവർ പോകുന്നു. പിന്നീട് ഈ ലേഡി ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് ഈ ഡോക്ടറിന്റെ വൈഫ് ആയിരുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നീട് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഇവിടെ വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അതിനായിട്ടുള്ള ക്യാമ്പയിനിങ് നടത്താനായി തീരുമാനിക്കുന്ന ഡോക്ടർ തോമസ് അടുത്തുള്ള ഗ്രാമത്തില് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ക്യാമ്പിൽ നല്ല റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളുണ്ടല്ലോ എല്ലാ നാട്ടിലെയും, അദ്ദേഹത്തോട് എന്തായാലും ക്യാമ്പിന് നല്ല റെസ്പോൺസ് ആണ് സാർ ലഭിച്ചത്. അതേ കണക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് വളരെ കാര്യമായി സംസാരിക്കുന്നു. ആ സമയം ഈ ക്യാമ്പ് നല്ലതായിരുന്നു എന്നൊക്കെ സമ്മതിക്കുന്ന ആ ഒരു ഹെഡ് പക്ഷെ ഈ വില്ലേജിലുള്ള ആളുകൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അറിയാലോ, ഒരു പെണ്ണ് ജീവൻ ഒടുക്കിയത് അവിടെ. അതിനുശേഷം ഈ ഹോസ്പിറ്റൽ ആരും തന്നെ ഒരു പേടിയോടുകൂടി അല്ലാതെ നോക്കി കണ്ടിട്ടില്ല. എല്ലാവർക്കും അതൊരു വല്ലാത്ത പേടി സ്വപ്നമാണെന്ന് ആ വില്ലേജ് ഹെഡ് പറയുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ മരിച്ചു എന്ന് കരുതി അത് സംബന്ധമായ ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. വെറുതെ ഹോസ്പിറ്റൽ പൂട്ടി കെട്ടിക്കാൻ വേണ്ടി ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളാണ് ഈ പ്രേതശല്യം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ അവിടെ ആ വില്ലേജ് ഹെഡിനോട്
ആരമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പീക്ക കാണുന്നുണ്ട്. പീക്കയും ആരമും കൂടിയാണല്ലോ ഇപ്പൊ അവിടെ പുതുതായി ഇന്റേൺഷിപ്പിന് വന്നത്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇങ്ങനെ ഒരു കഥകളൊന്നും അവർക്കറിയില്ല. ഇത് കേൾക്കുന്ന പീക്ക ഇങ്ങനെയൊക്കെ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോന്ന് ഇത് കേട്ട് ആകെ ഷോക്കാവുന്നു. എന്തായാലും ഇവിടെയുള്ള ആരമിനെ കാണാനായി അവളുടെ ഒരു ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്. അവന് ഇവളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ആ കുഞ്ഞില്ലാണ്ടായത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ എത്തിയിരിക്കുന്നത്. എത്തുന്ന അവൻ അവൾക്ക് എങ്ങനെയുണ്ട്, അവൾ ഓക്കെ ആണോ എന്നതൊന്നും തന്നെ ചോദിക്കാൻ നിൽക്കാതെ വീണ്ടും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അവൾ അതിന് തയ്യാറാവുന്നില്ല. നല്ലൊരു അടി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പോലും നിനക്ക് അറിയേണ്ട ആവശ്യമില്ല, എപ്പോ കണ്ടാലും ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എന്തിനിങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ആണോ എന്നത്. അല്ലാതെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന അവൾ പിന്നീട് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പേഴ്സണൽ ജോലികളെ, അതായത് ഐഡിങ്ങും കാര്യങ്ങളൊക്കെ ആരം നിൽക്കുന്ന സമയം അവിടെയുള്ള ഒരു സ്റ്റാഫ് അവളോട് സംസാരിക്കാനായി വരുന്നുണ്ട്. ആക്ച്വലി ഈ സ്റ്റാഫ് ഇവളും പിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ അവരെ നോട്ടം ഇട്ട കണക്കായിരുന്നു. കാരണം വന്നപ്പോഴേ അവരോട് ഭയങ്കരമായി അവരോട് സംസാരിക്കുമ്പോൾ അവന്റെ നോട്ടം ഫുൾ അവരുടെ ദേഹത്തൊക്കെയാണ്. കണ്ണി നോക്കിയൊന്നുമല്ല സംസാരിക്കുന്നത്, ഒരു വായി നോക്കി. ഇപ്പൊ ആരം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അവളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനായി അവൻ വരുന്നുണ്ട്. ഉപദ്രവിക്കാൻ നോക്കുമ്പോഴേക്കും അവൾ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരു ടോയ്ലറ്റിൽ കയറി കഥ അടയ്ക്കുന്നു. അങ്ങനെ പിന്നീട് ഡ്യൂട്ടിക്കായി ആരം ചെല്ലുമ്പോഴേക്കും ഡോക്ടർ ആയപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ തോമസ് ഡോക്ടറാണ്. പുള്ളിക്കാരൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. പേഷ്യൻസിനെ ഒക്കെ നോക്കിയ ശേഷം ഇനി പേഷ്യന്റ് വല്ലതും ഉണ്ടോ എന്ന് ആരമിനോട് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറയുന്നു. അവൾ ഇങ്ങനെ വയറ് ഒരുമാതിരി വേദന എടുത്ത് വല്ലാതെ നിൽക്കുകയാണ്. ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് അവൾ പറയുന്ന ടീം ഞാൻ അപ്പുറത്തെ റൂമിൽ ഉണ്ടാവും, പേഷ്യൻസ് വല്ലതും വന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ പീക്ക ആരമിനോട് സംസാരിക്കാൻ വരുന്നു. എന്താ ഡോക്ടറോട് ഒരു സംസാരം എന്നൊക്കെ ചോദിച്ചാൽ പീക്ക് കളിയാക്കുമ്പോൾ നീ പറയുന്ന കണക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ആരം സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പേഷ്യന്റ് വരുന്നത്. നീ ഡോക്ടറെ വിളിക്കാൻ ഞാൻ പോവാന്ന് പറഞ്ഞു ഉടനെ പീക്ക മാറി പോകുമ്പോൾ ആരമിന് ആ ഒരു പേഷ്യന്റിന്റെ ഇരിപ്പൊക്കെ കണ്ട് ഒരുമാതിരി പേടിയാവുന്നുണ്ട്. ഇത് ആരാ എന്താണെന്ന് ആരമിന് അറിയില്ല. പക്ഷെ നമുക്ക് കാണാം കഥയുടെ തുടക്കത്തിൽ മരിച്ച താന്ത്രി ഉണ്ടല്ലോ, അവൾ തന്നെയാണ് ഈ ഇരിക്കുന്നതെന്ന്. അപ്പൊ അവളുടെ ആത്മാവാണ് ഇപ്പോ പേഷ്യന്റായി വന്നിരിക്കുന്നത്. എന്തായാലും ഡോക്ടറെ വിളിക്കാനായി ആരം പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അവളുടെ വായിൽ എന്തോ ഒന്നിങ്ങനെ ഒഴുകി വരുന്നത് ശ്രദ്ധിക്കുന്ന ആരം അത് തുടച്ചു കൊടുക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആരമിന്റെ വയറിലേക്ക് തൊടാനായി വരുന്ന തന്ത്രി പെട്ടെന്ന് അവളെ പേടിപ്പിക്കുമ്പോൾ ആരം ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും കറണ്ട് പോകുന്ന ടൈം ഉടനെ മൊബൈൽ ഓണാക്കി ഫ്ലാഷ് എടുക്കുമ്പോഴേക്കും അവിടെ പേഷ്യൻസിന്റെ സീറ്റിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ കാണുന്നില്ല. റൂമിന്റെ ഒരു സൈഡിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ പേഷ്യന്റ് ആയിരുന്ന പെൺകുട്ടി തല ഭിത്തി കിട്ടിയിടിക്കാണ്. എന്ത് പറ്റിയെന്ന് അടുത്തേക്ക് ചെന്ന് അവൾ നോക്കുമ്പോഴേക്കും അവളെ അത് അറ്റാക്ക് ചെയ്യാണ്. അവളുടെ കഴുത്തിന് മുകളിൽ കയറിയിരുന്ന് കഴുത്ത് പിടിച്ച് ഞെരിക്കൊക്കെ ചെയ്യാൻ നോക്കുന്നു. അവൾ പേടിച്ച് നിലവിളിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ ഒക്കെ എത്തുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു റൂമിൽ ലൈറ്റ് മാത്രമായിരുന്നു ഓഫ് ആയിട്ടുണ്ടായിരുന്നത്, കറണ്ട് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവർ ലൈറ്റ് ഒക്കെ ഓണാക്കി അങ്ങനെ നോക്കുമ്പോൾ അവൾ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവിടെ വന്നവർക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്, ഇതൊക്കെ തന്നെ തോന്നലായിരുന്നു, യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിൽ ആരമും. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറെയാണ്. ഈ ആംബുലൻസ് ഡ്രൈവറാണ് മുന്നേ വളരെ മോശമായി ആരമിന്റെ അടുത്ത് പെരുമാറാൻ നോക്കിയത്. അയാളിപ്പോ ഒരു കോള് വന്നതിനെ തുടർന്ന് ആംബുലൻസുമായി രാത്രി എങ്ങോട്ടോ യാത്ര ചെയ്യുന്നു. ഈ സമയം അയാളുടെ വണ്ടിയുടെ മുന്നിലായി ഒരു ലോറി ഉണ്ടായിരുന്നു. അയാൾ ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാനായി പല സമയത്തായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല. ഒന്നെങ്കിൽ സൈഡിൽ കൂടി വല്ല വണ്ടികളും കാണും, അല്ലാതെ ഒരു ചാൻസ് കിട്ടി കയറി പോകാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിനും ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒന്നുമില്ല, ഓവർടേക്ക് ചെയ്യാന്ന് തോന്നിയാൽ വണ്ടി മുന്നോട്ട് എടുക്കുന്ന ആ ഒരു സമയം പെട്ടെന്ന് ഒരു പെൺകുട്ടി റോഡിൽ നിൽക്കുന്നു. അത് നമ്മൾ മുന്നേ കണ്ട ആരമിന്റെ അടുത്തുണ്ടായിരുന്ന അതേ പ്രേതമാണ്. പക്ഷെ അത് മനസ്സിലാവാത്ത ഇയാൾ ഏതോ ഒരു ഭ്രാന്തി രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാണെന്ന് കരുതി പെട്ടെന്ന് വണ്ടി അതിനെ ഇടിക്കാതെ വെട്ടിത്തിരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ടൈം ഓപ്പോസിറ്റ് മറ്റൊരു വണ്ടി വരുന്നുണ്ട്. അതിനെ ഇടിക്കാതെ വെട്ടിത്തിരിക്കാനായി നോക്കി മുന്നേ പോയിരുന്ന ആ ഒരു ലോറി ഉണ്ടല്ലോ, അതിപ്പോ മുന്നേ തന്നെ പോകുന്നത് കൊണ്ട് അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന കമ്പിയിലേക്ക് ബ്രേക്ക് കിട്ടാതെ ഇടിച്ചു കയറുകയാണ് അയാൾ ഓടിച്ചിരുന്ന വണ്ടി. അങ്ങനെ കണ്ണിലും വായിലും നെഞ്ചത്തും ഒക്കെ ആ കമ്പി കുത്തിയിറങ്ങി അയാൾ മരണപ്പെടുന്നു. പക്ഷെ ആക്ച്വലി നമുക്ക് കാണാം ആ ഒരു ആംബുലൻസ് ഡ്രൈവർ മരണപ്പെട്ട സമയത്ത് അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന അവിടെ ഉണ്ടായിരുന്ന തന്ത്രിയുടെ പ്രേതത്തെ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അത് അവിടെ നിന്ന് മാറിപ്പോകുന്നത്. തുടർന്ന് ഈ ഒരു ന്യൂസ് ഹോസ്പിറ്റലിലുള്ളവർ അറിയുമ്പോൾ ആരം വളരെയധികം ഞെട്ടുന്നുണ്ട്. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയി മാറിയിരുന്ന് സങ്കടപ്പെടുന്നത് ശ്രദ്ധിക്കുന്ന പീക്ക കാര്യം ചോദിക്കുമ്പോൾ ഈ മരിച്ച ആംബുലൻസ് ഡ്രൈവർ മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ അവളോട് മോശമായി പെരുമാറാൻ നോക്കിയതിനെ പറ്റി ആരം പറയുന്നുണ്ട്. തുണി തേച്ചുകൊണ്ട് നിന്ന് അവളുടെ അടുത്തേക്ക് എത്തിയാൽ ഉപദ്രവിക്കാനായി നോക്കിയപ്പോൾ ഇവൾ അയാളുടെ അടുത്ത് നിന്ന് ഒരുവിധമാണ് രക്ഷപ്പെട്ട് ബാത്റൂമിൽ കയറി കഥ കടച്ചിരുന്നതെന്നും ആ സമയത്ത് ഇതുപോലെ നികൃഷ്ട ജന്മങ്ങൾ എന്തിനാ ഈ ഭൂമിയിലുള്ളത്, ചത്തുപോയ എത്ര നല്ലതായിരുന്നു എന്ന് മനസ്സിൽ ദേഷ്യത്തോടെ ആലോചിച്ചിരുന്നെന്നും അതേ കണക്ക് ഇയാൾ ചത്തു എന്ന് കേട്ടപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം, താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് അവൾ സങ്കടപ്പെടുമ്പോൾ ഒരിക്കലല്ല, നീ പറഞ്ഞ കണക്ക് ഈ നികൃഷ്ട ജന്മങ്ങളൊക്കെ ഭൂമിയിൽ ഇരുന്നിട്ട് എന്തിനാ, അതൊക്കെ പോട്ടെ എന്ന് തന്നെ പീക്ക പറയുന്നു. എന്തായാലും ആരം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൾക്ക് ഇവിടെ ഇപ്പോ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തോ ഇവിടെ സ്റ്റേ ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഈ ഹോസ്പിറ്റലിൽ നൽകുന്ന ഒരു സ്ഥലം നമുക്ക് വേണ്ട, നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിലോ വല്ലതും പോയി സ്റ്റേ ചെയ്താലോ എന്ന് പീക്കയോട് ചോദിക്കുമ്പോൾ പീക്ക അതിന് സമ്മതിക്കുന്നു. ഇപ്പോ അതേ പ്രേതം തന്നെ ഇതേ ഹോസ്പിറ്റലിലെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന ഇടയുടെ ഹസ്ബൻഡും അവിടെ ചെറിയ അറ്റൻഡർ ജോലിയൊക്കെ ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇട നിർദ്ദേശം കൊടുത്തത് പ്രകാരം തന്ത്രി മരണപ്പെട്ട് അവിടുത്തെ ആ ഒരു ബാത്റൂമും ടാപ്പും ഒക്കെ പൊട്ടിച്ചു കളയാനായി അയാൾ ചെല്ലുന്നു. പക്ഷെ അതങ്ങനെ നടക്കുന്ന കാര്യമില്ല. അതൊക്കെ കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയാണ്. തന്ത്രിയുടെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് ഒരു സംസാരം ഉള്ളതുകൊണ്ട് തന്നെ ഇനി അത് പൊട്ടിച്ചു കളയാനായി നിന്നാ ഇനി ഒരു പക്ഷെ എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് പേടിക്കുന്ന അയാൾ അങ്ങനെ ഒരു ബാത്റൂമേ അവിടെ ഇല്ലാത്ത രീതിയിൽ ഭിത്തിയൊക്കെ
കെട്ടിയടക്കാനായി ഒരു കാര്യം ഇടയുമായി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അതുപ്രകാരം അതിനായിട്ട് അയാൾ പോകുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് അയാൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. തന്ത്രി ജീവിച്ചിരുന്ന സമയത്ത്, അത് ഇവിടെ സ്റ്റാഫായി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലെ ശബ്ദം തന്ത്രി നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അത് അവൾ ഇട്ടിരുന്ന കൊലുസിന്റെ ശബ്ദമാണ്. ആ ഒരു ശബ്ദം കേട്ട് വരുന്നത് തന്ത്രിയാണെന്ന് അവളെ തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ ഇയാൾക്ക് സാധിക്കായിരുന്നു. അതേ ശബ്ദം തന്നെ ഇവിടെ കേൾക്കുമ്പോൾ തന്റെ കഥ കഴിയാറായി അയാൾ ഉറപ്പിക്കുന്നു. എന്തായാലും പ്രതീക്ഷ കണക്ക് തന്നെ തന്ത്രിയുടെ ആത്മാവ് അയാളെ വേട്ടയാടുന്നുണ്ട്. പേടിച്ചോടുന്ന അയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടി ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തടി ഇട്ടിരിക്കുകയാണ്. അത് ക്രോസ് ചെയ്യാനായി നോക്കുമ്പോഴേക്കും സ്ലിപ്പായി വീഴാൻ അയാൾ പോകുമ്പോഴേക്കും ആ മരത്തടിയിൽ തന്നെ പിടുത്തുവിടുന്നു. താഴെ വളരെ സ്പീഡിൽ വെള്ളം ഒഴുകുന്നുണ്ട്. വീണ പ്രശ്നമെന്നറിയുന്ന അയാൾ പിടിച്ചു കയറാനായി നോക്കുമ്പോഴേക്കും ആ പ്രേതം അയാളുടെ ദേഹത്തേക്ക് അള്ളി പിടിക്കുന്നുണ്ട്. പേടിച്ച് അയാൾ പിടുത്തം വിട്ട് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ടെങ്കിലും നീന്തി രക്ഷപ്പെട്ട് കരക്കെത്തുന്നു. നേരെ വീട്ടിലേക്ക് ഓടിപ്പോന്നു. അന്നങ്ങനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അടുത്ത ദിവസം ജോലിക്കായി ഹോസ്പിറ്റലിന്റെ ജനറേറ്റർ റൂമിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് അയാൾക്ക് ആ പ്രേതത്തെ നേരിടേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം കയ്യിൽ നിന്ന് മിസ്സായ അയാളുടെ കഥ വളരെ കൊടൂരമായി തന്നെ അവിടെ തന്ത്രി അവസാനിപ്പിക്കും. ഈ ഒരു സമയത്താണ് ആക്ച്വലി തന്ത്രി നമ്മൾ കണ്ടത് കണക്ക് സ്വയം ജീവൻ എടുത്തതല്ല, മറിച്ച് അവളെ മുന്നേ മരിച്ച ആംബുലൻസ് ഡ്രൈവറും ഈ അറ്റൻഡറും കൂടി ചേർന്ന് തൂക്കിക്കൊന്നതാണെന്ന കാര്യം നമ്മൾ കാണുന്നത്. എന്തിനാണ് ഏതിനാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ തുടരെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരായി വളരെ കൊടൂരമായി മരണപ്പെടുന്നത് കൊണ്ടും ഇവിടെ മുന്നേ ഒരു മരണം നടന്നിട്ടുണ്ട്, അത് ഈ ഹോസ്പിറ്റലിനെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യങ്ങൾ അന്ന് ആ ഒരു ക്യാമ്പിന്റെ ഇടയിൽ ഡോക്ടർ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കിയത് കൊണ്ടും ഈ ഒരു ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന ഒരു തോന്നൽ നമ്മുടെ പീക്കയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതേ ടീം ആരത്തിനാകട്ടെ വീണ്ടും വീണ്ടും അവളെ അന്ന് ഒരു പേഷ്യന്റായി എത്തി പേടിപ്പിച്ച് നമ്മുടെ തന്ത്രി ഉണ്ടല്ലോ, ആ ഒരു ആത്മാവിന്റെ പ്രസൻസ് പലപ്പോഴും അവൾക്ക് ചുറ്റും വളരെ പേടിപ്പിക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ടായിരുന്നു. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ ദേഹത്തേക്ക് അത് വന്നിരിക്കുന്നത് കണക്കും ഒക്കെ അവളങ്ങനെ ആ ഒരു രീതിക്ക് ഡിസ്റ്റർബ്ഡ് ആണ്. അതിന്റെ ഇടയിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുള്ള ശല്യം ഒരു വഴിയിലൂടെ അവൻ ചുമ്മാ അവളുടെ അടുത്തെത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കുകയാണ്. ഇപ്പൊ തന്നെ അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയായിരുന്നു ആരം. അത് കണ്ട് പീക്ക എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ അവളെ സമാധാനിപ്പിക്കാനായി വരുന്ന സമയത്ത് ഈ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് മിന്നായം പോലെ പോകുന്നത് പീക്ക കണ്ടിരുന്നു. പക്ഷെ ഇവർക്കിടയിൽ എന്ത് പറഞ്ഞു വഴക്കായിന്നൊന്നും അറിയാത്ത പീക്ക അതിനെ പറ്റിയൊക്കെ സംസാരിച്ച് ആരത്തിനെ സമാധാനിപ്പിക്കുന്ന ഈ ടീം ആരത്തിനെ വന്ന് കണ്ട് പോവുകയായിരുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് റോഡിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ തന്ത്രിയുടെ പ്രേതമാണ്. പക്ഷെ ഇതൊരു പ്രേതമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ആ വായി നോക്കി ബോയ് ഫ്രണ്ടിന് ഉണ്ടായിരുന്നില്ല. എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നും പറഞ്ഞ് അവൻ ആ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാനേ പോകുന്നു. അത് പ്രേതമാണെന്നൊന്നും മനസ്സിലാവാത്ത അവൻ ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ച് അവളെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാണ്. അവളെ ഉപദ്രവിക്കാം എന്നൊരു ലക്ഷ്യത്തിലാണ് അവൻ കൊണ്ടുപോകുന്നതെങ്കിലും കൂടെയുള്ള തന്ത്രി അവന്റെ മനസ്സിനെ ഇല്യൂഷനിലാക്കാണ്. അതിന്റെ ഭാഗമായി ഏതാണ് റോഡ്, ഏത് വഴിയാണ് താൻ പോകുന്നത് എന്നത് പോലും മര്യാദയ്ക്ക് മനസ്സിലാവാൻ പറ്റാതെ ആകെ ഡൈവേർട്ട് ആയിട്ടുണ്ടായിരുന്ന ആ ബോയ് ഫ്രണ്ട് ഒരു കൊക്കയുടെ അടുത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയും അവിടെ നിന്ന് വണ്ടി താഴെ വീണ് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന പീക്കയ്ക്ക് ഒരു കോൾ വരുന്നു. തുടർന്ന് അവൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ല, മറ്റൊരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് രാത്രി പോകണ്ടെന്ന് പറഞ്ഞ് ആരമും കൂടെ പോകുന്നു. അവിടെ വെച്ച് ആരം ഒരു കാര്യം അറിഞ്ഞ് ഞെട്ടാണ്. കാരണം ഇപ്പൊ അവിടെ ഹോസ്പിറ്റലിലായിരിക്കുന്നത് അവളുടെ ഒരു ബോയ് ഫ്രണ്ട് ആണ്. അവന്റെ അമ്മയാണ് പീക്കയെ ഫോൺ ചെയ്തിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, മുന്നേ കൊക്കയിലേക്ക് വീണ പരിക്കേറ്റിരുന്ന ബോയ് ഫ്രണ്ടിനെ ഹോസ്പിറ്റലിലായി എത്തിച്ചിരിക്കുകയാണ്. കണ്ടീഷൻ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞ് എന്തിനാണിപ്പോ തനിക്ക് കോൾ വരാതെ പീക്കയ്ക്ക് കോൾ വന്നതെന്ന് ആരത്തിന് ഡൗട്ട് ആകുമ്പോഴാണ് തന്റെ ഫ്രണ്ട് ആയിരുന്നിട്ടും പീക്ക ഇത്രയും നാള് തന്നോട് മറച്ചു വെച്ച ഒരു രഹസ്യം ആരം മനസ്സിലാക്കുന്നത്. അതായത് അവളുടെ ഈ ബോയ് ഫ്രണ്ടും പീക്കയും മുന്നേ റിലേഷൻഷിപ്പിലുള്ളവരായിരുന്നു. ആ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ അറിയാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവരുടേത്. പക്ഷെ എന്തുകൊണ്ട് പിന്നീട് അവൻ തന്റെ ബോയ് ഫ്രണ്ടായി മാറിയപ്പോ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പീക്ക ഈ കാര്യങ്ങൾ തന്നോട് മറച്ചു വെച്ചു എന്ന് ദേഷ്യം വരുന്ന ആരം പീക്കയോട് പിണങ്ങി പോകുന്നു. ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോവാം എന്നൊരു തീരുമാനം ആരം എടുത്തിരുന്നു. ഇത് മനസ്സിലാക്കുന്ന പീക്ക അവളോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും നിനക്കും അവനും ഇടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യത്തെ പറ്റി നീ എന്നോട് പറഞ്ഞു പോലും ഇല്ല, എന്നെ ചതിക്കാനല്ലായിരുന്നു അതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒരിക്കലും അതുകൊണ്ടല്ല, ആക്ച്വലി ഞാനും അവനും തമ്മിൽ ബന്ധമായിരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നില്ലല്ലോ, അതിനുശേഷം അവൻ നല്ല ഉദ്ദേശത്തിലല്ല എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ബ്രേക്കപ്പ് ചെയ്ത് മാറിയ ശേഷമാണ് അവൻ നിന്നെ പരിചയപ്പെടുന്നതും അതിനുശേഷമാണ് ഞാൻ നിന്റെ ഫ്രണ്ട് ആവുന്നതും. നീ എത്രത്തോളം അവൻ ഇഷ്ടപ്പെടുന്നു, എത്ര ആഴത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയി എന്ന് മനസ്സിലാക്കി ഞാൻ ഒരുപക്ഷെ അവൻ എന്നോട് മോശമായി പെരുമാറി എന്ന് കരുതി നിന്നോട് അവൻ കാര്യമായി പെരുമാറും, ഒരു ചതിയനല്ല എന്ന് കരുതിയിട്ടാണ് നിനക്ക് അവൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിട്ട് ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ ഞാൻ നിന്നെ വിഷമിപ്പിക്കാതിരുന്നത്, അല്ലാതെ വേറൊന്നും ഇല്ലെന്നില്ല. പീക്ക ആരത്തിനെ സമാധാനിപ്പിക്കുന്നു. ആ സമയം വളരെ ഇൻഡിഫറന്റ് ആയി ആരം പെരുമാറുന്നുണ്ട്. അവളുടെ ശരീരത്തിൽ ആ ഒരു പ്രേതം കയറിയ കണക്കായിരുന്നു അവളുടെ പെരുമാറ്റം. പെട്ടെന്ന് അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ ഹോസ്പിറ്റലിനെ പറ്റി വളരെയേറെ ദുരൂഹതകൾ പീക്കയ്ക്ക് തോന്നുന്നുണ്ട്. അവൾ അന്വേഷിക്കുമ്പോൾ രഹസ്യമായ ഒരു ഇൻഫർമേഷൻ അവൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ഓണർ മറ്റാരുമല്ല, ആ ഡോക്ടർ തോമസ് ആണ്. പക്ഷേ പുള്ളിക്കാരൻ മറ്റൊരാളുടെ പേരിലാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറഞ്ഞു പരത്തിയിരിക്കുകയാണ് എന്ന കാര്യം. രണ്ടാമതായി ഇട എന്ന ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡിന്റെ മരണശേഷം ഇവിടെ ജോലിക്ക് നിൽക്കാതെ പോകാനേ ഒരുങ്ങുന്നു. ജോലി ഉപേക്ഷിച്ച് പോകാൻ പോകുന്ന അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ലഭിച്ച ഒരു പെൻഡന്റ് തന്റെ കയ്യിലുണ്ടായിരുന്നത് പീക്ക നൽകുന്നുണ്ട്. ആ പെൻഡന്റിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ
ഫോട്ടോയോ ചെറിയ പേപ്പർ നോട്ട്സോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു മോഡലായിരുന്നു. പൊതുവെ ഇവർ ഹസ്ബൻഡും വൈഫും എന്തെങ്കിലും പിണക്കത്തിലുള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇതിൽ എഴുതി ഇങ്ങനെ കൈമാറാറുണ്ടായിരുന്നു. ഇപ്പൊ അത് ലഭിക്കുന്ന ഇട ഭയങ്കര ഇമോഷണലായി ആ ഒരു പെൻഡന്റ് തുറക്കുമ്പോൾ അതിലൊരു കുറിപ്പുണ്ട്. അതെടുത്ത് വായിക്കുന്നവർ വളരെ ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കാതെ ആ ഒരു പേപ്പർ ചുരുട്ടി അവിടെ ഇട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ കാണുന്ന ഇട എന്തായിരുന്നു അതിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്നറിയാനായി ആ ഒരു പേപ്പർ കഷ്ണം എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നത് തന്ത്രി എന്ന പേരാണ്. അങ്ങനെ തന്ത്രി എന്ന ആ ഒരു പേര് കാണുന്ന പിക ആ ഒരു പേരും ഈ ഹോസ്പിറ്റലിന്റെ പേരും കൊടുത്ത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അവൾക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ആ ഫോട്ടോസിൽ കാണുന്ന ആ പെൺകുട്ടിയാണ് അന്ന് പേഷ്യന്റായി ആരത്തിന്റെ മുന്നിൽ വന്നത്. പിന്നീട് അവൾക്ക് ഒരു പ്രേതാനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത് ആ പേഷ്യന്റിന്റെ കാര്യം വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കുന്ന പിക്ക് ചില ഡൗട്ടുകൾ. അവൾ കൂടുതൽ ആ ഒരു ഫോട്ടോ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇവർ ഇന്റേൺഷിപ്പിന് വന്ന സമയത്ത് ഈ പെൺകുട്ടികളെ വേണ്ട പയ്യന്മാരാണെങ്കിൽ മതി എന്ന രീതിക്ക് സംസാരിച്ച ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിന്റെ പേര് റിഗോ എന്നാണ്. റിഗോയും ഈ തന്ത്രിയും ഒന്നിച്ചുള്ള ചില ഫോട്ടോസ് കാണുന്നുണ്ട്. അവൾക്ക് റിഗോയെ പറ്റി ആകെ ഡൗട്ട് ആവുന്നു. തുടർന്ന് റിഗോ ഹോസ്പിറ്റലിലുള്ളപ്പോൾ ആള് കാണാതെ ആളുടെ ബാഗ് പരിശോധിക്കുന്ന പിക്ക് അതിലൊരു ഡയറി കിട്ടുന്നു. ആ ഡയറിയിൽ സ്ത്രീകളുടെ മുടിയുടെ സാമ്പിൾ ആണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഓരോ സാമ്പിളിന്റെ മുകളിലായി അതിന്റെ ഉടമയുടെ പേരുണ്ട്. അങ്ങനെ അതിൽ ഈ തന്ത്രിയുടെ മുടിയുള്ളതായും പിന്നെ ചില പേജുകൾ മറിക്കുമ്പോൾ ആരത്തിന്റെ പേരുള്ളതായും അവളുടെ മുടിയുള്ളതായും ശ്രദ്ധിക്കുന്ന പിക ആകെ ഷോക്കാവുന്നു. പിക ആ ഡയറി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോഴേക്കും ഡോക്ടർ തോമസിന്റെ മുന്നിൽ പെടുന്നു. പിക്കയുടെ മുഖത്തെ വെപ്രാളം കണ്ട് എന്ത് പറ്റിയെന്ന് തോമസ് തിരക്കുമ്പോഴേക്കും ഇതുപോലെ ഡോക്ടർ റിഗോയുടെ ബാഗിൽ നിന്ന് ഇതൊക്കെ കണ്ടുവെന്ന് പിക പറയുന്ന സമയത്ത് തന്ത്രി എനിക്കറിയാം, അവൾ ഇവിടെ പ്രഗ്നന്റ് ലേഡീസിന് വാട്ടർ ബർത്ത് എന്നൊരു ഓപ്ഷൻ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അതിനായിട്ടുള്ള റൂമിൽ ഒരു ബാത്ടബിന്റെ മുകളിൽ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തിയതാണ്. എന്താണ് പ്രശ്നം എന്ന് അറിയില്ല. എന്തായാലും പിക്ക പറയുന്ന കണക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമൊന്നും വരാതെ നോക്കാമെന്ന് ഡോക്ടർ തോമസ് പറയുന്നു. ഇതേ ടീം ആരം ബോധരഹിതയായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മുന്നേ അവളുടെ ബോധം നഷ്ടപ്പെട്ടതല്ല, ഇതുവരെ വന്നിട്ടില്ല. അവൾ ഒരുമാതിരി കോമ സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിക്കാണ് ആരത്തിന്റെ കൂടെ അപ്പോഴും ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ കോമ സ്റ്റേറ്റിലുണ്ടായിരുന്ന ആരത്തിന് ചില സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായി സാധിക്കുന്നുണ്ട് അവളുടെ സോളിന്. അത് മറ്റൊന്നുമല്ല, എന്താണ് തന്ത്രിക്ക് യഥാർത്ഥത്തിൽ നടന്നതെന്ന കാര്യങ്ങളാണ്. അവൾ ആ ഒരു ആത്മാക്കളുടെ ലോകത്ത് ഇതൊക്കെ കണ്ടുപെട്ടിരിക്കുന്ന ഇതേ സമയം തന്നെ അവളുടെ ബോഡിയിലും അതിന്റെ മാറ്റങ്ങൾ വരുന്നു. അത്രയും നേരം കോമയിലുണ്ടായിരുന്ന അവൾ ആ റൂം വിട്ടുപോകുന്നു. അവൾ പോയ ശേഷം അത് മനസ്സിലാക്കുന്ന പീക്ക അവളെ അന്വേഷിച്ച് നടക്കുമ്പോഴേക്കും തന്ത്രി മരിച്ച ആ ഒരു റൂമുണ്ടല്ലോ, അതിപ്പോ വോളൊക്കെ പുതുതായി പടുത്ത് അടച്ചിരിക്കുകയാണെങ്കിലും അതിനകത്ത് നിന്ന് ആരം സംസാരിക്കുന്ന കണക്ക് ശബ്ദം അവൾക്ക് കേൾക്കാം. അവൾ വേഗം തന്നെ ഈ അടച്ച ഭിത്തി വഴി എങ്ങനെ അവൾ അകത്ത് പോയിട്ടുണ്ടാവുന്ന ആലോചിക്കുമ്പോഴാണ് അവിടെ ഒരു ഹോള് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഡോക്ടർ തോമസിനോട് ഇതുപോലെ ആരം ആ റൂമിനകത്ത് പെട്ടുപോയി, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം, ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വരാന്ന് പറഞ്ഞ് ഡോക്ടർ കോള് കെട്ടിയെന്നുണ്ടെങ്കിലും വരാൻ ലേറ്റ് ആകും എന്നതുകൊണ്ട് തന്നെ ആ ചെറിയ ഹോള് വഴി ഏണിയിടിച്ച് അകത്തേക്ക് പീക്ക പോകുന്നു. പീക്ക അങ്ങനെ പോകുന്ന ടീം തന്ത്രിയുടെ ആത്മാവ് ആരത്തിന്റെ ശരീരത്തിൽ പോസസ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോഴേക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രേതം കണക്ക് പീക്കയെ അറ്റാക്ക് ചെയ്യായിരുന്നു. അവള് ബാത്തബിലെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കുന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ എന്താണ് തന്ത്രിക്ക് നടന്നതെന്ന കാര്യം പീക്കയ്ക്കും കാണാനായി സാധിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ അന്ന് ഡോക്ടറായിട്ടുണ്ടായിരുന്ന തോമസ് ലഹരി കൊടുത്ത് മയക്കി കിടത്തി അന്നവിടെ നേഴ്സായി വർക്ക് ചെയ്തിരുന്ന തന്ത്രിയെ ഉപദ്രവിക്കുന്നു. അവളെ സത്യം പുറത്തു പറയാതിരിക്കാനായി അവളെ ആ ആംബുലൻസ് ഡ്രൈവറിന്റെയും അറ്റൻഡറിന്റെയും സഹായത്തോടു കൂടി ജീവനോടെ കൊലപ്പെടുത്തുകയായിരുന്നു. ആക്ച്വലി ഈ പീഡിപ്പിക്കപ്പെട്ട ശേഷം ഇത് ആരുടെങ്കിലും പറയണോ ഇടയോട് പറയണോ എന്നൊക്കെ പാനിക് ആയിട്ടിരുന്ന തന്ത്രിയായിരുന്നു നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. അവളെ സത്യം പുറത്ത് പറയാതിരിക്കാനായിട്ടാണ് ഡോക്ടർ തന്റെ സ്റ്റാഫ്സിന്റെ കൂടെ ചേർന്ന് അവളെ കൊന്നത്. ഈ സത്യം ഇപ്പൊ നമ്മുടെ പീക്കയ്ക്ക് മനസ്സിലാവുന്നു. പീക്ക ആത്മാക്കളുടെ ലോകത്തുനിന്ന് ആ ഒരു സത്യം കണ്ട് റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും പീക്ക മുന്നേ അറിയിച്ചത് പ്രകാരം അങ്ങോട്ടേക്ക് ഡോക്ടർ തോമസ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആരവും നോർമൽ ആയിട്ടുണ്ട്. ഈ സമയത്താണ് ആരത്തിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇടയ്ക്ക് അവൾ ഈ ഡോക്ടറിന്റെ നേഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ടൈമിൽ അവൾക്ക് ലഹരി മരുന്ന് കൊടുത്ത് ഈ ഡോക്ടർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ അവൾ പീക്കയോട് പറയുമ്പോഴേക്കും പീക്കയും ആരത്തിനെയും ഡോക്ടർ തോമസ് ഉപദ്രവിക്കാനായി നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് എത്തുന്ന ഡോക്ടർ റിഗോ ആണ് തോമസിനെ ബോധം കെടുത്തി ഇവരെ രക്ഷപ്പെടുത്തുന്നത്. താന്ത്രി ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഡോക്ടറായിട്ടുണ്ടായിരുന്ന റിഗോയുമായി പ്രണയത്തിലായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ കയറി തോമസ് ഇവരുടെ പ്രണയബന്ധം അറിഞ്ഞും തന്ത്രിയെ ഉപദ്രവിക്കുകയായിരുന്നു. തുടർന്ന് തന്ത്രിയെ കൊല്ലുകയും ചെയ്തു. പക്ഷെ അതിന് പിന്നിൽ തോമസ് ആണെന്ന് തെളിയിക്കാനായി ഒരു തെളിവും ഡോക്ടർ റിഗോയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ പല നേഴ്സുമാരും കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ഈ റിഗോ ഡൗട്ട് അടിച്ചിരുന്നത് തോമസിനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് അപ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പിക്കയ്ക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇവർ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേക്കും ബോധം വരുന്ന തോമസ് ഡോക്ടർ റിഗോയെ കുത്തി താഴെയിടുന്നു. ഇവർ അറ്റാക്ക് ചെയ്യാനായി വരുന്ന സമയത്താണ് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി വളരെ സൈക്കോ സ്വഭാവമുള്ള ഒരു അച്ഛനായിരുന്നു ഡോക്ടർ തോമസിനുണ്ടായിരുന്നത്. വയ്യാത്ത അവസ്ഥയിലും തന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുന്ന അച്ഛനെ കണ്ട് വളർന്നിരുന്ന തോമസിന്റെ ഉള്ളിലും ആ ഒരു സൈക്കോ സ്വഭാവം കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം അച്ഛന് വിഷം കൊടുത്തു കൊന്ന തോമസ് അതിൽ താൻ പിടിക്കപ്പെടാതെ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. പക്ഷെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ക്രൂര സ്വഭാവം കാരണം പിന്നീട് പഠിച്ച് ഡോക്ടറായി മാറിയ ശേഷം ഇതുപോലെ ഓരോ നേഴ്സുമാരെയായി ലഹരി മരുന്ന് കൊടുത്ത് ഉപയോഗിക്കലും അതിനുശേഷം ഒരു കളക്ഷൻ എന്ന രീതിയിൽ ഉപയോഗിച്ച ഓരോ ആളുകളുടെ മുടിനാര് സൂക്ഷിച്ചു വെക്കലും തോമസിന്റെ ഒരു ലഹരിയായി മാറി. ആക്ച്വലി തോമസ് അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഡയറിയാണ് റിഗോയുടെ ബാഗിൽ നിന്ന് പീക്കയ്ക്ക് കിട്ടിയത്. ആക്ച്വലി അത് തോമസിന്റേത് റിഗോ മോഷ്ടിച്ചതായിരുന്നു. റിഗോ തോമസിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി. പക്ഷേ ഇത് കിട്ടിയ പീക്ക റിഗോയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു അന്ന് നടന്നത്. ഇപ്പൊ തോമസ് വിടാതെ പീക്കയും ആരത്തിനെയും ഉപദ്രവിക്കാനായി വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലിഡ എത്തുന്നുണ്ട്. ലിഡയെ കണ്ടപാടെ ആരത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന താന്ത്രിയുടെ ആത്മാവ് ലിഡയുടെ അടുത്തേക്ക് സ്നേഹത്തില് ആ ഒരു സമയത്തും എത്താൻ നോക്കുന്നു. പക്ഷെ അതിനൊരു അവസരം കൊടുക്കാതെ ലിഡയെ
ലിഡ ഇവിടെ ഇവരെ രക്ഷപ്പെടുത്താനായി വന്നതുകൊണ്ട് തന്നെ കൊല്ലാനായി തോമസ് മുതിരുന്നു. തുടർന്ന് ലിഡ ചേതനേറ്റ് താഴെ വീഴുന്ന സമയം അത് കണ്ടുനിന്ന് ആരത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന താന്ത്രി വളരെ വയലന്റ് ആയ ഒരു ആത്മാവായി തോമസിന്റെ കണ്ണൊക്കെ ചൂടുന്നെടുക്കുകയും ഇതെല്ലാം കണ്ട് പീക്ക ആകെ മരവിച്ച് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം മയക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്ന റിഗോ തന്ത്രി മരിച്ചു നിന്ന ആ ഒരു സ്ഥലത്തിന് താഴെ ഒരു ബാട്ടബ് ഉണ്ടല്ലോ അത് ഉടയ്ക്കാനായി നോക്കുന്നു. കാരണം തന്ത്രിയുടെ ആത്മാവിനെ അത് നശിപ്പിച്ചാലേ ഇപ്പൊ ഇതിൽ നിന്ന് തടയാൻ സാധിക്കും എന്ന് തോന്നിയിട്ടാണ്. കാരണം ആത്മാക്കൾക്ക് ഈ ഒരു ഭൂമിയുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമല്ലോ, അവർ ലാസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലം അല്ലെങ്കിൽ അവരെ കൊന്ന സ്ഥലം എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഇതേ സമയം പീക്ക തന്ത്രിയുടെ ആത്മാവിന് ഒരു വാക്ക് കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടർ തോമസിന് അർഹിക്കുന്ന ശിക്ഷ നിയമത്തിന്റെ സഹായത്തിൽ നേടിക്കൊടുക്കാം, നീ അവനെ കൊല്ലരുത്, അങ്ങനെ ഒറ്റയടിക്ക് അവനെ കൊന്നവനെ രക്ഷപ്പെടുത്തരുതെന്ന്. അങ്ങനെ അതോടുകൂടി താന്ത്രി ഒന്ന് അടങ്ങുന്നുണ്ട്. കാരണം അവൾക്ക് പീക്ക എത്ര നല്ലൊരു സുഹൃത്താണെന്ന കാര്യം, ആരത്തിന് അവൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പീക്ക പോലീസിനെ വിളിച്ചത് പ്രകാരം അവരെത്തുകയും തോമസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ഡോക്ടർ റിഗോയും ആരത്തിനെയൊക്കെ വേഗം ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ജയിലിൽ കിടക്കുന്ന തോമസിനെ വീണ്ടും വേട്ടയാടാനായി അയാളുടെ ഒരു ഭാര്യ ജയിലിൽ കാണാനായി എത്തുന്ന ടീം അവരുടെ ശരീരത്തിലും തന്ത്രിയുടെ ആത്മാവ് ഉള്ളതായി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.